പിശാചിന്റെ ആദ്യ പരാജയം കാൽവരി ക്രൂശിൽ. എന്നാൽ പഴയ നിയമകാലത്ത് പിശാച് 100% ജയമെടുത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ലോകം എന്ന തടവറയിൽ അടച്ച് അവരെ മരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പിതാവ് ഒരേ ഒരു കാര്യമേ ചെയ്തുള്ളൂ, ഒരു രക്ഷകനെ വാഗ്ദത്തം ചെയ്തു. ഉൽപ്പത്തി 3:15. തുടർന്ന് പഴയ നിയമ കാലയളവിൽ പിതാവ് ചെയ്തത് തൻ്റെ പ്രൊജക്റ്റിൻ്റെ, തൻ്റെ പുതിയ നിയമ കാലയളവിൽ നടക്കാൻ പോകുന്ന തൻ്റെ മെയിൻ പ്രൊജക്റ്റിൻ്റെ ഒരു രൂപരേഖ വരയ്ക്കുകയായിരുന്നു. പഴയ നിയമ കാലയളവിൽ കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബ്ലൂ പ്രിൻ്റ് വരയ്ക്കുകയായിരുന്നു. താൻ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്ന മുമ്പ് എന്ത് വരയ്ക്കും? ഒരു പ്ലാൻ വരയ്ക്കും. ഇതേപോലെ നമുക്കിന്ന് പണിയുവാൻ, നമുക്ക് ഇന്ന് ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ തക്കവണ്ണം പഴയ നിയമ വ്യക്തികളുടെ, വിശുദ്ധന്മാരുടെ ജീവിതത്തിലൂടെ ദൈവം ഒരു ബ്ലൂ പ്രിന്റ് വരയ്ക്കുകയായിരുന്നു. അങ്ങനെ പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും ആയിത്തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഷാഡോ, ന്യൂ ടെസ്റ്റ്മെന്റ് റിയാലിറ്റി. അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് ബ്ലൂ പ്രിന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. അതിൻ്റെ ബിൽഡിങ്, അതിൻ്റെ പണി നടക്കുകയാണ്. ഇനി പഴയ നിയമകാലത്തെ പിശാചിൻ്റെ ബിസിനസ്, അതിൻ്റെ ഷാഡോ നമുക്കിവിടെ കാണാം, സ്ക്രീനിൽ കാണാം. ഇസ്രായേൽ മക്കളുമായുള്ള ബന്ധത്തിലാണ്, ദൈവജനമായ ഇസ്രായേൽ മക്കളുമായ ബന്ധത്തിലാണ് നിങ്ങളത് കാണുന്നത്. അതിൻ്റെ ഷാഡോയാണ് ഫറവോ, ഈജിപ്ത്, കനാൻ ദേശത്തുള്ള 7 ജാതികൾ. ഫറവോ ഇവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കുടുക്കി. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കുടുക്കി. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത ദേശം കനാൻ ദേശമാണ്. പക്ഷെ കാനാൻ ദേശം അവകാശമാക്കണമെങ്കിൽ അവിടെ 7 രാക്ഷസ ജാതികളുണ്ട്, അവരെ കൊല്ലണം. പിശാച് 2 മറയിട്ട് ഇസ്രായേൽ മക്കളുടെ അവകാശത്തെ കവർ ചെയ്ത് കളഞ്ഞു. അകത്ത് ദൈവാത്മാവ് ഉള്ളവന് ചിലതൊക്കെ തെളിഞ്ഞു കിട്ടും. പ്രൈസ് ഗോഡ്. ഇവിടെയും നിങ്ങൾ കണ്ടു, 2 മറയിട്ട്, ജഡത്തിന്റെ മറയും ലോകത്തിന്റെ മറയും ഇട്ട് നമ്മളെ നമ്മുടെ അവകാശത്തിന് അകറ്റിക്കളഞ്ഞു. ഹലോ, വല്ലതും കിട്ടുന്നുണ്ടോ? പലരും പഴയ നിയമം വേണ്ട, ഉപേക്ഷിക്കുക, തള്ളുക. നോ, പഴയ നിയമത്തിൽ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ആ രൂപം വെളിപ്പെട്ട് കിട്ടും. കർത്താവ് ബ്ലൂ പ്രിന്റ് വരയ്ക്കുകയാണ്. പുതിയ നിയമത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ ആ ബ്ലൂ പ്രിന്റ് വരയ്ക്കുകയാണ്. ഏകദേശം ഐഡിയ നമുക്ക് കിട്ടുവാനായിട്ട് ഇടയാകും. ഗ്ലോറി. എന്നാൽ നമ്മുടെ സിലബസ് പഴയ നിയമമല്ല, നമ്മുടെ സിലബസ് പുതിയ നിയമമാണ്. പക്ഷെ പഴയ നിയമം നോക്കിയാൽ നമുക്ക് പുതിയ നിയമം ഉറപ്പിക്കാം, കർത്താവ് യേശു ചെയ്തതുപോലെ. ആമേൻ. ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കളുടെ അവകാശം കാനാൻ ദേശമാണ്. എന്നാൽ ഈ കാനാൻ ദേശം അവകാശമാക്കണമെങ്കിൽ അവർ 7 ജാതികളെ തോൽപ്പിക്കണം. 7 ജാതികളെ തോൽപ്പിക്കണമെങ്കിൽ അതിനു മുമ്പ് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെടണം. ഹലോ, ഹല്ലേലൂയ. ഇതിനെതിരെയുള്ള, ഇത് പിശാചിന്റെ ബിസിനസ് ആണെങ്കിൽ ഇതിനെതിരെയുള്ള പിതാവിന്റെ ബിസിനസ് നിങ്ങൾക്ക് ഇപ്പുറം കാണാം. ഇവിടെ ഫറവോ റെപ്രസെന്റ് ചെയ്യുന്നത് പിശാചിനെയാണ്. എന്നാൽ ഈ യെല്ലോ കളറിൽ കാണുന്ന ട്രയാങ്കിൾ, ഇതിലൂടെ നിങ്ങൾ കാണുന്നത് പിശാചിന് ഇക്വലന്റ് ആയിട്ട് ഇവിടെ ആ സ്ഥാനത്ത് നിൽക്കുന്നത് ദൈവമാണ്. ഈജിപ്ത് അതിന് ഈക്വലന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് മോസസാണ്. കാനാൻ ദേശത്തെ 7 രാക്ഷസ സൈന്യങ്ങൾ അതിന് ഈക്വലന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് ജോഷുവയാണ്. ഇവിടെ ഫറവോയാണ്
കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്നാൽ പിശാചിന്റെ ബിസിനസിന്റെ നിഴലിൽ ഫറവോ ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ബിസിനസിന്റെ നിഴലിൽ ദൈവമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഫറവോ ജനത്തെ ഒരല്പം ഈ സ്ക്രീനിലൊന്ന് എടുത്താൽ മാത്രമേ, ആ ക്യാമറ ഇടയ്ക്കും ജസ്റ്റും തിരിച്ചെടുത്താൽ മാത്രമേ കാണുന്ന ജനത്തിന് മനസ്സിലാകത്തുള്ളൂ. അധികം നേരമല്ല, ജസ്റ്റ് ഞാൻ എന്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. സോറി, പിശാചിന്റെ ബിസിനസ്സിലെ നിഴലായി ഫറവോ പ്രവർത്തിക്കുന്നു. എന്നാൽ അതേ സ്ഥാനത്ത് പിതാവിന്റെ ബിസിനസിന്റെ നിഴലായി പിതാവ് തന്നെ പ്രവർത്തിക്കുന്നു. ഇത് പഴയ നിയമത്തിലെ കാര്യമാണ്. നിഴലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആമേൻ. അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ്. എന്നാൽ ഈജിപ്ത് ആ സ്ഥാനത്ത് മോശ പ്രവർത്തിക്കുകയാണ്. ഇവിടെ പിശാചിന്റെ ബിസിനസ്സിൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഫറവോ ആണെങ്കിൽ ദൈവത്തിന്റെ ബിസിനസ്സിൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്. ഫറവോ ഇസ്രായേൽ മക്കളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ മൂടിയെങ്കിൽ, കുടുക്കിയെങ്കിൽ, ദൈവം അതിന് പരിഹാരമായി ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു മോസസിനെ നിയമിച്ചു. ആമേൻ. ആ മോശ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ച് കൊണ്ട് ഒരു യാത്ര ചെയ്താൽ ഈ ലൈറ്റിന്റെ പോയിന്റർ പുണപ്പൊക്കെ ഉണ്ടോ? ഒരു യാത്ര ചെയ്താൽ അവർക്ക് കാനാൻ ദേശത്തെത്താം. ഗ്ലോറി, ഹല്ലേലൂയ. യാത്ര ചെയ്യാതെ കാനാൻ ദേശത്ത് എത്തത്തുമില്ല. ഗ്ലോറി. ഇനി കാനാൻ ദേശത്ത് എത്തിയാൽ അതിനു മുമ്പ് മോശയുടെ ശുശ്രൂഷ സ്റ്റോപ്പാകും. അടുത്ത ശുശ്രൂഷ ചെയ്യേണ്ടത് മോശയല്ല, ജോഷുവയാണ്. കാനാൻ ദേശത്തെ 7 രാക്ഷസ സൈന്യത്തെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ഇതാ ദൈവം ജോഷുവയെ ഒരുക്കിയിരിക്കുകയാണ്. ജോഷുവയാണ് കാനാൻ ദേശത്തെ 7 രാക്ഷസ സൈന്യങ്ങളെ തകർത്തുകൊണ്ട് തന്നോട് കൂടെ നിൽക്കുന്ന ജനത്തിന്, ശ്രദ്ധിച്ച് കേൾക്കുക, തന്നോട് കൂടെ നിൽക്കുന്ന ജനത്തിന് കാനാൻ ദേശം അവരുടെ അവകാശത്തിലേക്ക് അവരെ കയറ്റുന്നത്. ഗ്ലോറി. ഇനി ഇത് പഴയ നിയമത്തിലാ, ഇത് നിഴലാ. ഇതിന്റെ റിയാലിറ്റിയിലേക്ക് നമുക്ക് വരാം. പുതിയ നിയമത്തിലെ പിശാചിന്റെ ബിസിനസ്. ഇവിടെ ഫറവോയ്ക്ക് പകരം ഇതാ സാക്ഷാൽ പിശാച് തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈജിപ്തിന് പകരം ഇവിടെ ഈജിപ്ത് അല്ല, അതിനു പകരം ലോകത്തിന്റെ സംവിധാനം, സിസ്റ്റം. കനാൻ ദേശത്തെ 7 ജാതികൾക്ക് പകരം ഇതാ ജഡ സംവിധാനം, മനുഷ്യന്റെ ഉള്ളിൽ പിശാച് ഇൻജക്ട് ചെയ്ത വിഷമുട്ട, സർപ്പമുട്ട പൊട്ടിയാൽ അവന്റെ ഹോൾ ഹ്യൂമൻ സിസ്റ്റത്തിലേക്ക് വിഷം നിറയും. ദൈവദാസന്മാർ ശ്രദ്ധിച്ചോളണം. നിങ്ങളൊരു സന്ദേശം, ദൈവത്തിൻ്റെ സന്ദേശം അയക്കുവാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ പിശാച് എതിരായിട്ട് കടന്നു വരും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ നല്ല ഭാര്യയിലൂടെ ആയിരിക്കും, കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കാം, അടുത്ത സ്നേഹിതനിലൂടെ ആയിരിക്കാം, മറ്റ് വ്യക്തികളിലൂടെ ആയിരിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ ആയിരിക്കും വരുന്നത്. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിലുള്ള സർപ്പമുട്ടയെ പൊട്ടിക്കാൻ. ഇവിടെ നിങ്ങൾ ഇത് മനസ്സിലാക്കി ദൈവാത്മാവിൻ്റെ സഹായത്തോടെ സെൽഫ് കൺട്രോളിൽ നിന്നില്ല എങ്കിൽ മുട്ട പൊട്ടും,
ജഡചിന്തകൾ, അത് വിഷം. അതെല്ലാ മേഖലയിലേക്ക് അങ്ങ് പകരും. പിന്നെ ഉടനെ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഗ്ലോറിയെ അങ്ങ് തിന്നും. പിന്നെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പ്രസംഗം കിട്ടത്തില്ല. അന്നത്തെ ദിവസം തന്നെയോ ഈ ദിവസം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയിലായി പോകും. നിങ്ങൾ പാപത്തിൽ വീഴും. കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്. പാപത്തിൽ വീഴും. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മളാ പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ പാപം ക്ഷമിച്ച് കിട്ടും. പക്ഷെ ഗ്ലോറി മടങ്ങി വരണമെങ്കിൽ സമയമെടുക്കും. ആമേൻ. ആ തേജസ്സിലേക്ക് മടങ്ങി വരണമെങ്കിൽ സമയമെടുക്കും. ഹല്ലേലൂയ. ഫ്ലഷ് ഇൻ ഹ്യൂമൻ, ജഡം. എന്നാൽ ഇതിനെതിരെയുള്ള പിതാവിന്റെ ബിസിനസ് ശ്രദ്ധിച്ചോളുക. പിതാവിന്റെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് പിതാവ് തന്നെ. ഇതാ തുടർന്ന് പിതാവ് അയച്ചിട്ട് മോശ ചെന്ന് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചെങ്കിൽ, ഇതാ പിതാവ് അയച്ചിട്ട് യേശു വന്ന് ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കുകയാണ്. നിങ്ങൾ കണ്ടു, പിതാവ് അയച്ചിട്ട് യേശു വരുന്നു, കാൽവരിയിൽ ക്രൂശിൽ മരിക്കുന്നു. പിശാചിന്റെ അടിമത്തിൽ കിടന്ന, ലോകത്തിൽ കിടന്ന ജനത്തെ വിടുവിച്ചു. അവിടെ വിടുവിച്ചതിന് ശേഷം, നിഴലിൽ വിടുവിച്ചതിന് ശേഷം ജനം ഒരു നിമിഷം ഈജിപ്തിൽ നിന്നില്ല. ഹലോ. വിടുവിച്ചതിന് ശേഷം ജനം ഒരു നിമിഷം ഈജിപ്തിൽ നിന്നില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ അരക്കെട്ടിയും ചെരുപ്പിട്ടും യാത്ര പുറപ്പെടാൻ പാകത്തിന് പെസഹ കുഞ്ഞാടിനെ തിന്നുമ്പോൾ തിടുക്കത്തിൽ തിന്നണം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന, പണ്ട് എൻ്റെ അമ്മ കൊച്ചിമ്പോട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഓഫീസിൽ പോകുന്ന രംഗമാണ്. അതൊരു ഓട്ടമാണ്. അതിനു മുമ്പ് കുഞ്ഞുങ്ങൾക്കുള്ളത് ശരിയായി കൊടുക്കണം, കാര്യങ്ങൾ നടത്തണം, 2 ബസ് കയറണം, ബോട്ട് കയറണം, കൊച്ചിൻ പോർട്ടിലെത്തണം. അപ്പോൾ അമ്മ ഭക്ഷണം കഴിക്കുന്നത് നിന്നുകൊണ്ട് തിടുക്കത്തില. കാരണം എനിക്കൊരു യാത്രയുണ്ട്. എനിക്കൊരു യാത്രയുണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക് പുറപ്പാട് പുസ്തകമൊക്കെ. തിടുക്കത്തിൽ കഴിക്കണോ? ഗ്ലോറി. യേശുവിനെ കുഞ്ഞെ നീ സ്വീകരിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് സ്വീകരിക്കണേ, തിടുക്കത്തിൽ സ്വീകരിക്കണം. കാരണം നിനക്ക് ഉടനെ ഒരു യാത്രയോ നിന്റെ അപ്പന്റെ വീട്ടിലേക്ക്, പിതാവിന്റെ ഭവനത്തിലേക്ക്. എന്നാൽ ഇന്ന് ജനം യാത്ര ചെയ്യുന്നില്ല. കാരണം ഇന്ന് യേശുവിനെ അവതരിപ്പിക്കുന്ന ആ ഒരു രീതിയിലാ. ഇന്ന് യേശു ഈജിപ്തിലെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ദൈവമായി അവതരിപ്പിക്കപ്പെടുകയാ. ഹലോ. ഈജിപ്തിലെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ദൈവമാണ് യേശു. സഹോദരങ്ങളെ, ദൈവത്തിന് ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. പകരം ഈജിപ്തിൽ നിന്ന് പറിക്കുന്ന പരിപാടിയേ ഉണ്ടായുള്ളൂ. ദൈവരാജ്യത്തിന്റെ മിനിസ്ട്രി ഇറ്റ്സ് എ ഡിറ്റാച്ചിങ് മിനിസ്ട്രി. സെപ്പറേറ്റ് ചെയ്യുന്ന മിനിസ്ട്രിയാ. ലോകത്തുനിന്ന് നിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട്, ആൻഡ് ഇറ്റ്സ് അറ്റാച്ചിങ് മിനിസ്ട്രി. ദൈവരാജ്യത്തിലേക്ക് നിന്നെ അറ്റാച്ച് ചെയ്യിപ്പിക്കും. ഒന്നും തോന്നുന്നില്ല അല്ലേ? ഇറ്റ്സ് എ ഡിറ്റാച്ചിങ് ആൻഡ് അറ്റാച്ചിങ് മിനിസ്ട്രി. ലോകത്തുനിന്ന് പറിച്ചെടുത്ത് ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കരുത്.
പറിച്ചെടുത്ത് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ അറ്റാച്ച് ചെയ്യിപ്പിക്കുകയാണ്. ഇനി ഈജിപ്തിൽ നിൽക്കരുത്, പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് പോയിക്കൊള്ളണം. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഡെലിവറൻസ് മിനിസ്ട്രി, ഇതിൻ്റെ ഉള്ളിലെ ഡെലിവറൻസ് മിനിസ്ട്രി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആമേൻ. ഈ ഡെലിവറൻസ് മിനിസ്ട്രി നാം ചെയ്യണം. അത് എന്തിനാണെന്നറിയാമോ ഡെലിവറൻസ് മിനിസ്ട്രി നാം ചെയ്യണേ? ഇറ്റ്സ് എ സൈൻ. ദൈവവചനം പറയുന്നു അത് അടയാളമാണ്. എന്തിന്? ഈ യേശു തന്നെയാണ് ദൈവപുത്രൻ നാം വിശ്വസിക്കുവാൻ. ആമേൻ. ഇറ്റ്സ് എ സൈൻ. അത് നാം ചെയ്യണം. അത് അതിന്റെ ഉദ്ദേശം മാറിപ്പോകരുത്. ജനത്തെ ഈജിപ്തിൽ ലോകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം അത് ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം മാറിപ്പോകരുത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് ജനത്തെ ഈ ലോകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല, ഇവിടുന്ന് പറിക്കുന്ന പരിപാടിയേ ഉള്ളൂ. അതിന്റെ അർത്ഥം അവരുടെ ശരീരത്തെ കൊല്ലുക എന്നല്ല, അവരുടെ ഹൃദയത്തെ ഇവിടുന്ന് പറിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ശരീരം കൊണ്ടാണ് യാത്ര. ആമേൻ, ഹല്ലേലൂയ. അവര് ശരീരം കൊണ്ടാ യാത്ര. എന്നാൽ നമ്മൾ ശരീരം കൊണ്ടല്ല യാത്ര, ഹൃദയം കൊണ്ടാ യാത്ര. ഇന്ന് കർത്താവ് നമ്മോട് പറഞ്ഞത് സീക്ക് ദ കിങ്ഡം, ദൈവരാജ്യം അന്വേഷിക്കുക. ദൈവരാജ്യം അന്വേഷിക്കുന്നത് കാലുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാ. അന്വേഷണം ഹൃദയം കൊണ്ടാ. പഴയ നിയമത്തിൽ അവർ കാലുകൊണ്ട് നടന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ ഹൃദയം കൊണ്ട് ലോകത്തിൽ നടന്നു പോവുകയാണ്. എന്റെ ഹൃദയം ലോകത്തിലില്ല, എന്റെ ഹൃദയം പിതാവിന്റെ ഭവനത്തിലാ. ആമേൻ. എവിടെയാണോ നിന്റെ ഹൃദയം അവിടേക്ക് നീ പോകും. നിന്റെ ഹൃദയം ലോകത്തിലാണ് എങ്കിൽ ലോകത്തിലേക്കേ പോകൂ. ആമേൻ. നമ്മൾ നേരത്തെ ആ ദർശനമൊക്കെ ഒന്ന് മാറ്റി വെച്ചില്ലേ, ലോകം എന്നുള്ളത് മാറ്റി ദൈവരാജ്യമാക്കിയില്ല. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ ലക്ഷ്യം ദൈവരാജ്യമായിരിക്കണം. ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ ചിലപ്പോൾ ദുഃഖം ഉണ്ടാകും. ഈ തടവറയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോരുമ്പോൾ തടവറയിൽ നിന്ന് തുറന്ന് വാ എന്ന് പറഞ്ഞാലും വരാതെ നിൽക്കുന്നതിൻ്റെ കാര്യം അവിടെ എന്തൊക്കെയോ എനിക്ക് പ്രിയപ്പെട്ടത് അതിൻ്റെ അകത്ത് ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതൊക്കെ വിടുമ്പോഴാ ഒരു വേദന. പലതും വിടേണ്ടി വരും. അപ്പോൾ ഒരു വേദന ഉണ്ടാകും. എങ്കിലേ മടക്കയാത്ര പറ്റത്തുള്ളൂ. ഗ്ലോറി, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇവിടെ യേശുവിനെ അയച്ച് നമ്മളെ ലോകത്തിൽ നിന്ന് വിടുവിച്ചു. നാം നേരത്തെ വായിച്ചു ഗലാത്യ ലേഖനം 1:3. ഈ ദുഷ്ട ലോകത്ത് നമ്മളെ വിടുവിക്കേണ്ടതിനെ, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശയെ അയച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു. എന്നാൽ ലോകത്തിന്റെ തടവറയിൽ നിന്ന് യേശുവിനെ അയച്ച് പിതാവ് നമ്മളെ വിടുവിച്ചു. ആമേൻ. ഇന്ന് ജയില് തുറന്നു കിടക്കുകയാ. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടെ നിന്ന് പുറത്തിറങ്ങാം. പക്ഷെ അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ജനത്തിൽ അധികവും ജയിലിൽ നിന്ന് ഇറങ്ങാതെ ജയിലിലെ ഫുഡ് അങ്ങോട്ട് പോരട്ടെ എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അതാണ് അപകടം. ദൈവരാജ്യം പ്രസന്റ് ചെയ്യുന്നില്ല എങ്കിൽ ഈ ജനം എങ്ങോട്ടേക്ക് പോകാനാ? ദൈവരാജ്യം പ്രസന്റ് ചെയ്യുന്നില്ല എങ്കിൽ ജനം എങ്ങോട്ടേക്കാ പോകണ്ടേ? അവര് ലോകത്തിൽ തന്നെ, ജയിലിൽ തന്നെ. പിന്നെ എന്നെന്ത് ഏത് മിനിസ്ട്രി ആവശ്യം? ഡെലിവറൻസ്. കാരണം ഇവൻ ആരുടെ കൂടെ കിടക്കണേ? പിശാചിന്റെയും കൂട്ടരെയും കൂടെ. ഇവന്റെ ഉള്ളിലുള്ള ആരുടെ സിസ്റ്റമാ? പിശാചിന്റെ സിസ്റ്റം. ഈ സിസ്റ്റം അകത്ത് കിടക്കുന്നതോടുകൂടി അവനിതാ ലോക സ്നേഹത്തിലേക്ക് ഓടും. അവന് നല്ല അടിയും കിട്ടും, നല്ല അടിയും കിട്ടും. അവന് തുടർന്ന് ഡെലിവറൻസ് എന്ന് പറഞ്ഞ് ഓടണം. പക്ഷെ പിതാവിന്റെ ശിക്ഷയാണ് അവനെങ്കിൽ, അവന് കിട്ടുന്നതെങ്കിൽ അവന് ഡെലിവറൻസ് കിട്ടാൻ അല്പം പ്രയാസവുമാണ്. ലോക മക്കൾ കടന്നു വരുന്ന ആദ്യം കിട്ടുന്നവർ കിട്ടുന്ന പോലെ ഡെലിവറൻസ് അവന് കിട്ടത്തില്ല.
ആദ്യ ലോകമക്കൾ കടന്നു വരുമ്പോൾ അവിടെ കിട്ടുന്ന ഡെലിവറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈൻ. അതൊരു അടയാളമാ. യേശുവാണ് ക്രിസ്തു, നീ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് അകത്ത് വന്നിട്ടും പിന്നെ നിന്റെ കയ്യിലിരിപ്പ് മാറാതെ പഴയ പ്രവൃത്തിയാണ് എങ്കിൽ പിന്നെ നിനക്ക് കിട്ടുന്നത് ഹെബ്രായ ലേഖനം 12 പറയുന്ന ബാലശിക്ഷയാ, പിതാവിന്റെ ശിക്ഷയാ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത് എപ്പോ വരെയാണെന്നറിയാമോ? അവര് തിരിഞ്ഞു വരുന്നത് വരെയാ. ഹല്ലേലൂയ. ദൈവവും ഒട്ടും പിന്മാറത്തില്ല, തൻ്റെ കുഞ്ഞുങ്ങൾ തിരിഞ്ഞു വരുന്നത് വരെയാ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പല വിഷയങ്ങളും മാറാത്തതിന്റെ കാരണം നമ്മൾ തിരിഞ്ഞു വരാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ലോകത്തോടുള്ള ശിക്ഷ അനുഭവിക്കാനല്ല, പകരം രക്ഷപ്പെട്ടു പോകുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ മടക്കയാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഡെലിവറൻസ് മിനിസ്ട്രി വേണ്ട, പകരം നമുക്ക് മറ്റുള്ളവർക്ക് അനേക ഡെലിവറൻസ് മിനിസ്ട്രി നടത്താം. ആമേൻ. യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ വിടുവിക്കും എന്ന് വിളിച്ചു പറയുന്ന ഡെലിവറൻസ് മിനിസ്ട്രി കേട്ടാൽ ഒരു കാര്യം തിരിച്ചു ചോദിക്കണം, യേശു എന്നെ വിടുവിച്ചിട്ട് നാള് കുറേ ആയല്ലോ. യേശു എന്നെ വിടുവിച്ചിട്ട് നാള് കുറേയായി, എന്നിട്ട് ഞാൻ എന്താ ഈ ദൈവദാസനെ വീണ്ടും കേൾക്കണേ, യേശു നിന്നെ വിടുവിക്കും. ഈ TV തുറന്നാൽ ഈ ഒരു സ്വരം എപ്പോഴും കേൾക്കുന്നത്, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ വിടുവിക്കും. കാരണം ലോകത്തിലെ ജനം മുഴുവൻ എവിടെ കിടക്കുക? കുടുക്കി കിടക്കുക. കുടുക്കി കിടക്കുന്നവനാ വിടുതൽ. കുടുക്കി കിടക്കുക. അതിന്റെ ഒരു തെളിവ് ഇതാണ്, അവൻ യൂസേഴ്സ് മാനുവൽ അനുസരിക്കുന്നില്ല. അവന് സർവീസ് സെന്ററിൽ എപ്പോഴും പോകേണ്ടി വരും. യൂസേഴ്സ് മാനുവലെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കത്തില്ല. അതുകൊണ്ട് സർവീസ് സെന്ററിൽ പോകണം. രണ്ടാമത്തെ കാര്യം, വീണ്ടും ജനിച്ചവരുടെ കാര്യം. അടുത്തത്, യേശു നിന്നെ വിടുവിക്കും എന്ന് പറയുമ്പോൾ സത്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം അവിടെ കാണുന്നത്. കാരണം കൊളോസ്യർ 1:13 പറയുന്നു, യേശു കാൽവരിയിൽ മരിച്ചു, നിന്നെ ഓൾറെഡി പിശാചിന്റെ കീഴിൽ നിന്ന് വിടുവിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ ഡോമോ കണ്ടു, യേശു നിന്നെ വിടുവിച്ച് കഴിഞ്ഞു. കൊളോസ്യർ 1:13 നിന്നെ വിടുവിക്കുമെന്നല്ല, വിടുവിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, വിടുവിച്ച് കഴിഞ്ഞു. ഒന്ന് വായിച്ചാട്ടെ 1:13. ഗ്ലോറി. എന്തു പറ്റി? താങ്ക് യു. മൈക്കിലൂടൊന്ന് വായിച്ചാട്ടെ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണോ? വിടുവിക്കും എന്നാണോ? പിന്നെ വിടുവിച്ചു. യേശു നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, ലോകത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചു, പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചു. രക്ഷിക്കപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ വിടുവിച്ചു. വീണ്ടും നമുക്ക് വിടുതൽ വേണ്ട കാരണം എന്താണെന്നറിയാമോ? മോശ വന്ന് ഈജിപ്തിന്റെ അടിമത്ത് ജനത്തെ വിടുവിച്ചു. മോശ പോയപ്പോ അതിൽ കുറെ എണ്ണം വന്നില്ല, 5-8 എണ്ണം പോന്നു, ചുരുക്കം ചിലർ പോന്നു, ബാക്കി ഉള്ളവരൊക്കെ അവിടെ കിടക്കുകയാണ്. അവർക്ക് ഇനിയും എന്തു വേണം? മോശ വിടുവിച്ചതല്ലേ, പക്ഷെ അവര് പോരാഞ്ഞിട്ടല്ലേ. ഇതുപോലെ യേശു നമ്മളെ വിടുവിച്ചെങ്കിൽ തുടർന്ന് ഇനിയും ലോകത്ത് നിൽക്കുകയല്ല, ഹൃദയം കൊണ്ട് ഇതാ പിതാവിന്റെ ഭവനത്തിലേക്ക് മടക്കയാത്ര ചെയ്യുക. ഇനിയും അവിടെ നിന്നാൽ കുഞ്ഞെ നിനക്ക് പല ശുശ്രൂഷകൾ ഇതുപോലത്തെ വേണ്ടി വരും. മനസ്സിലായോ? യേശു വിടുവിച്ച് കഴിഞ്ഞിട്ട് ഇനിയും വിടുതൽ ശുശ്രൂഷയാ. ഹല്ലേലൂയ. സുബോധം പ്രാപിക്കേ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങൾ ഓൾറെഡി വിടുവിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ജയില് തുറന്നു കഴിഞ്ഞാൽ ഇതാ ജയില് തുറന്നു, ഇതിനെ സ്വതന്ത്രമാക്കി, ഞാൻ പോവുകയാ, ബൈ ബൈ.
ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. വീടിൻ്റെ അടുത്തേക്ക് അടുക്കും തോറും നിങ്ങൾ ശക്തരായിക്കൊണ്ടിരിക്കും. വീടിന് അടുത്തേക്ക് അടുക്കും തോറും പിതാവിന്റെ അടുക്കലേക്ക് അടുക്കുന്നത് നിങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടേ ഇരിക്കും. ജഡ സ്വഭാവങ്ങളെല്ലാം നിങ്ങളിന്ന് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്കല്ല ഡെലിവറൻസ് മിനിസ്ട്രി, നിങ്ങളിലൂടെ മറ്റുള്ളവർക്കാ ഡെലിവറൻസ് മിനിസ്ട്രി കടന്നു വരുന്നത്. ഗ്ലോറി. യേശു വിടുവിച്ചു. യേശു വിടുവിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? അതല്ല ശ്രദ്ധിച്ചാട്ടെ, നിഴല് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. മോശ ഈജിപ്തിന്റെ അടിമന്ന് വിടുവിച്ചു. ഇനി അടുത്ത സെക്ഷൻ എന്താ? യാത്ര. നമ്മൾ നിങ്ങളുടെ അവകാശത്തിലേക്ക് യാത്രയാണ്. ഇതാണ് മടക്കയാത്ര. ഈ നിങ്ങളുടെ അവകാശത്തിലേക്ക് യാത്ര ചെയ്യണം. അത് ആര് ചെയ്യണം? മോശ അവരാരെ എടുത്തോണ്ട് പോയില്ലോ? ഒക്കത്ത് പോയോ? ഇന്നത്തെ കൃപ ഒക്കത്ത് എടുത്തോണ്ട് പോണതാ. ഹല്ലേലൂയ. മോശ നടക്കുമ്പോൾ കൂടെ നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഹല്ലേലൂയ. നമ്മൾ ഇതേപോലെ യേശു നമ്മളെ വിടുവിച്ചാൽ നമ്മളെ നടത്താൻ ഒരാളെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിൽ മോശയുടെ ശുശ്രൂഷ കഴിഞ്ഞാൽ അടുത്ത ശുശ്രൂഷ ജോഷുവയ്ക്കാണ് വെച്ചിരുന്നതെങ്കിൽ ഇതാ അതിൻ്റെ ഒറിജിനൽ, അതായത് റിയാലിറ്റി. യേശുവിന്റെ ശുശ്രൂഷ കഴിഞ്ഞാൽ ഇതാ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ തുടങ്ങിയായി. ജോഷുവയുടെ ശുശ്രൂഷയ്ക്ക് പകരമായി. ഹല്ലേലൂയ. എന്തിനാ പർപ്പസിലി മോശയെ മാറ്റിയത്? മോശയെ ഇസ്രായേൽ ആ കനാൻ ദേശത്തേക്ക് വരുവാൻ ദൈവം അനുവദിച്ചില്ല. വേണമെങ്കിൽ കൊണ്ടുവരാമായിരുന്നു, പക്ഷെ പർപ്പസിലി മാറ്റുകയാ. അതുകൊണ്ട് മോശ നരകത്തിലേക്കൊന്നുമല്ല പോയേ, പർപ്പസിലി മാറ്റിയതാ. എന്തിനാ? ഇതാ റിയാലിറ്റിയിൽ വരുമ്പോൾ എനിക്ക് യേശുവിനെ വിളിച്ചിട്ട് തുടർന്ന് പരിശുദ്ധാത്മാവിനെ അയക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ബ്ലൂ പ്രിന്റ് ദൈവം വരയ്ക്കുകയാ പഴയ നിയമത്തിൽ. മടക്കയാത്രയുടെ ബ്ലൂ പ്രിന്റ്. ഹല്ലേലൂയ. മോശയെ അയച്ചത് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനാണെങ്കിൽ ജോഷുവയെ അയച്ചത് അതിനല്ല. ജോഷുവയെ അയച്ചത് ഇവരുടെ അവകാശത്തിൽ കയറിക്കിടക്കുന്ന കനാൻ ദേശത്തിലെ 7 ജാതികളെ തുരത്തി ഇവരുടെ അവകാശം ഇവർക്ക് അവകാശമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. ആമേൻ. ഇനി ഇതേപോലെ യേശുവെ അയച്ചത് ലോകത്തിന്റെ അടിമത്തത്തിൽ, ലോകത്തിന്റെ ജയിലിൽ മരണത്തിനായി കാത്തു കിടക്കുന്ന തൻ്റെ ജനത്തെ വിടുവിച്ച് തുടർന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചത് ഇവരുടെ അവകാശത്തിൽ കയറാൻ കഴിയാത്ത രീതിയിൽ ജഡീക ചിന്തകൾ ഇവരുടെ സോളിൽ കോട്ട കെട്ടിയിരിക്കുമ്പോൾ ആ രാക്ഷസ സൈന്യങ്ങളെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നിഗ്രഹിച്ച്, ജോഷു വന്നാൽ നിഗ്രഹമാണ്, പരിശുദ്ധാത്മാവ് വന്നാൽ ഇതാ നിഗ്രഹിക്കുകയാ, കൊല്ലുകയാ, നിഗ്രഹിച്ച് ഇവർക്ക് ഇവരുടെ വാഗ്ദത്ത ദേശം, ദൈവരാജ്യം അവകാശമാക്കി കൊടുക്കാനാണ്. ഇനി ധൂർത്തപുത്രന്റെ കഥയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. ധൂർത്തപുത്രനും ഇതേപോലെ 2 കാര്യങ്ങൾ സംഭവിക്കണമായിരുന്നു. നാം ഇന്നലെ മനസ്സിലാക്കി. ഒന്ന്,
പിതാവ് പറയുകയാണ്, ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ തന്റെ ദാസന്മാരോട് പറയാണ്. അതിന് 15:24 ആമേൻ. അവിടെ പറയുകയാണ്, എന്റെ മകൻ മരിച്ചവനായിരുന്നു. ഒന്ന് വായിച്ച ഭാഗം 15:24. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ട് കാര്യം. ഒന്ന്, മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചു. അവന് ജീവൻ കൊടുക്കാനാ യേശുവിനെ അയച്ചേ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. പിന്നെയും പിതാവ് പറയുകയാണ്, അവനെ കാണാതെ പോയിരുന്നു, അവനെ കണ്ടു കിട്ടാനാ പരിശുദ്ധാത്മാവിനെ അയച്ചേ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഒരേ ലൈനിൽ വരുന്ന വരവ് കണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് സഭയ്ക്ക്, ഇന്ന് നമ്മളിൽ അധികം 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 പേർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ ആളോട് പോയി ചോദിക്കുന്നത് മാക്സിമം നമ്മളുടെ അറിവ് വെച്ചാ രക്ഷിക്കപ്പെട്ടതാണോ? അതെ, ആശ്വാസമായി. നല്ലതാ രക്ഷിക്കപ്പെടുന്നേ. ഏതിൽ നിന്ന്? രക്ഷിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ മരണത്തിന്റെ ജയിലിൽ നിന്ന് യേശുവിനെ വിടുവിക്കുക. കുഞ്ഞെ, രക്ഷിക്കപ്പെട്ട നീ ദൈവരാജ്യം അവകാശമാക്കണമെന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടെ? ഹലോ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിന്നെ രക്ഷിക്കുവാൻ പിതാവ് പ്രസാദമായി. അങ്ങനെയാണോ? ലൂക്ക് 12:32 വായിച്ചേ. നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ലൂക്ക് സുവിശേഷം 12:32. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് എന്ത് തരാൻ ആഗ്രഹിക്കുന്നേ? ആ രാജ്യം, ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുക, പ്രസാദിച്ചിരിക്കുക. അപ്പൊ രക്ഷിക്കപ്പെട്ട നീ ദൈവരാജ്യം അവകാശമാക്കണം. നീ മടങ്ങിപ്പോണം നിന്റെ വീട്ടിലേക്ക്. മനസ്സിലായോ? മത്തായി 25:34 വായിച്ച്. ഇത് ജഡ്ജ്മെന്റ് ആട്ടോ, ജഡ്ജ്മെന്റ്. രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, എന്റെ പിതാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി പിതാവ് ഒരു കാര്യം ഒരുക്കി വെച്ചിരിക്കുക. രാജ്യം, ദൈവരാജ്യം നീ അവകാശമാക്കിക്കൊള്ളുക. സഹോദരങ്ങളെ, സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. കാരണം നമ്മുടെ കുറ്റം കൊണ്ട് വല്ലതാണോ നമ്മൾ കുഴി പോയെ? ആദം ചെയ്ത കുറ്റം കൊണ്ട് കുഴി പോയി. ദൈവത്തിന് തന്നെ ഒരു മാന്യതയാ ദൈവം ചെയ്യുക. അത് നിന്റെ കുറ്റം കൊണ്ടല്ലോ, ഇതാ നിന്റെ കുറ്റം കൊണ്ടല്ല നീ ഏരി കിടക്കണം, പുറത്തു വാ, കം ഔട്ട്. ഫ്രീ ആയിട്ട് നമുക്ക് തരികയാ. പക്ഷെ ദൈവരാജ്യത്തെ കുറിച്ച് പറയാ, അവകാശമാക്കുവിൻ, അവകാശമാക്കുവിൻ. ഹല്ലേലൂയ, അവകാശമാക്കുവിൻ. അത് നമ്മളുടെ ഒരു സമ്മതം വേണം. നമ്മൾ അതിനായി പ്രവർത്തിക്കണം. സ്ട്രൈവ് ടു എൻ്റർ ത്രൂ ദ നാരോ ഡോർ. നമ്മൾ പ്രവർത്തിക്കണം, സ്ട്രൈവ്. ഇതാ യേശു പറഞ്ഞതാ, ലോകത്ത് പറയുന്ന ഒന്നും ചെയ്യണ്ടെന്നാ. ആ ജയിലിൽ തന്നെ ഇരുന്നാ മതി, ബാക്കി എല്ലാ കാര്യമൊക്കെ പിശാച് ചെയ്തോളും. അവൻ എന്താ ചെയ്യണേ? യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം മറയ്ക്കുകയാ. യേശു പറയുന്നതാണോ നിങ്ങൾക്ക് മൂല്യം, അതോ ലോകത്ത് കേൾക്കുന്നതാണോ മൂല്യം? യേശു പറയുന്നത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. നിങ്ങൾ ഒരുപക്ഷെ പറയായിരിക്കും, അന്ന് ഞാൻ കൈ പൊക്കിയത്, എൻ്റെ കൈ പൊങ്ങത്തിരുന്നു, എത്ര പോരാടിയിട്ടെന്നറിയാം അന്ന് കൈ പൊക്കിയേ. സഹോദരങ്ങളെ, ചതിക്കപ്പെടരുത്. ആമേൻ. സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ്.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇറ്റ്സ് എ ഫ്രീ. മത്തായി 11:28 ഫ്രീ. പക്ഷെ 29 ഫ്രീ അല്ല. യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. രണ്ടാശ്വാസങ്ങളാ. 11:28 ഒരാശ്വാസം. അതാണ് നമ്മളെ വിടിവിച്ചത്. ശ്രദ്ധിച്ചേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വാ. യേശു പറയാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതാണ് ആ സാൽവേഷൻ. ഇത് യേശു ചെയ്യുന്നതാ. പക്ഷേ നമ്മുടെ സുവിശേഷത്തിൽ ഇത് വായിച്ച് നിർത്തും. 29 വായിക്കത്തില്ല. കാരണം അത് പിഴയെ മറച്ചിട്ടിരിക്കുകയാണല്ലോ. ഇനി ഇത് വായിച്ചാൽ പോലും എന്താന്ന് മനസ്സിലാകത്തില്ല. വായിച്ചേ. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട്. നേരത്തെ എടുത്തു കൊടുത്ത പരിപാടിയല്ല. ഒരു ബുക്ക് എടുത്തു കൊടുത്തിട്ട് കിരീടം തരാം, നീ പഠിക്കാൻ പറഞ്ഞതല്ല. ഇത് സ്വർഗരാജ്യത്തിലെ എഡ്യൂക്കേഷൻ. നേരത്തെ കേട്ടതാ വേൾഡ്ലി സിസ്റ്റം എഡ്യൂക്കേഷൻ. ഇത് യേശുവിന്റെ എഡ്യൂക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ യേശുവാണ് ഭരിക്കുന്നതെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിനെയൊക്കെ എടുത്ത് കളയും. ഇവിടുത്തെ സകല എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് കളഞ്ഞിട്ട് ഈ എഡ്യൂക്കേഷൻ ആയിരിക്കും സകല മനുഷ്യർക്ക് കൊടുക്കാൻ പോകുന്നത്. എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. എന്നാൽ there's a condition. എന്നാൽ നിങ്ങളുടെ ആത്മാക്കളല്ല, സോളാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ സോളാണ്. ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരാം. നിങ്ങളുടെ സോളിന് ആശ്വാസം ലഭിക്കുന്നാണോ? അത് തെറ്റിയാൽ മൊത്തം തെറ്റി. ആമേൻ. യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. ആദ്യത്തെ അങ്ങനെയല്ല, ഐ വിൽ ഗീവ് യു. ആമേൻ. ഹല്ലേലൂയ. ഓ ജീസസ്, ഐ താങ്ക് യു. ആമേൻ. ഓ ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവർ കുറച്ച് നന്നായിട്ട് പഠിക്കും. മലയാളം അത്രത്തോളം ക്ലിയർ ആകത്തില്ല. നിങ്ങൾ നോക്കിക്കോട്ടോ, ഈ രണ്ടിൻ്റെയും ടെൻസ് നിങ്ങൾ നോക്കിക്കോളണേ. ആമേൻ. ഒന്ന് ദൈവരാജ്യ അവകാശമാക്കലും, മറ്റൊന്ന് ഇവിടുന്ന് സാൽവേഷനുമാണ്. ആ ജയിൽ, ലോകമാകുന്ന ജയിലിൽ നിന്നുള്ള സാൽവേഷനുമാണ്. ആദ്യത്തെ ലോകമാകുന്ന ജയിലിൽ നിന്നുള്ള സാൽവേഷൻ. നേരത്തെ നിങ്ങൾ കണ്ടില്ല ഡൊമോയിലെ, അവരിട്ട് തട്ടി കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തിയോടാണ് കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും പാപഭാരത്താൽ നീ അധ്വാനിക്കപ്പെടുന്നെങ്കിൽ, നീ ഭാരം ചുമക്കുന്നുവെങ്കിൽ നീ എൻ്റെ അടുക്ക വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇത് ഞാൻ ആശ്വസിപ്പിക്കുന്നതാ. നിങ്ങളൊരു കാര്യം ചെയ്താൽ വന്നാൽ മാത്രം മതി. നിങ്ങൾ വന്നാൽ മാത്രം മതി. മനസ്സിലായോ? ഇത് ഞാൻ ചെയ്യുന്നതാ. പക്ഷെ രണ്ടാമത്തെ ആശ്വാസം അത് 11-ാം അധ്യായം 28-ാം വാക്യത്തിലാണ്. ഞാൻ നിങ്ങളെ, അവിടെ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് ഞാനാ. യേശു പറയാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്നാൽ അടുത്ത ആശ്വാസം ഇത് കഴിഞ്ഞാൽ ഇനി ഇതാണ് നമ്മുടെ രക്ഷിക്കപ്പെട്ടെന്ന് നമ്മൾ ചോദിക്കാറില്ലേ സാധാരണ. ഇനി അടുത്തത്, ഇത് ദൈവത്തിന്റെ പാർട്ട്. ദൈവം റീസ്റ്റോർ ചെയ്ത മനുഷ്യരിലെ ആത്മാവ് യഹോവയുടെ ദീപം. അത് മനുഷ്യന്റെ ഉള്ളറകളെയൊക്കെ ശോധന ചെയ്യുന്നു. ആത്മാവ് അതിൻ്റെ ഉടയവനായ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. ആമേൻ. സഭാപ്രസംഗി 12. ഗ്ലോറി. എന്നാൽ മനുഷ്യൻ അവരെങ്ങോട്ടേക്ക് പോകും? ആരാ മനുഷ്യൻ? മനുഷ്യൻ ജീവനുള്ള ദേഹിയ. അവൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അതേതാണ് ഭവനം? ഇവിടെ വെച്ച് തീരുമാനിക്കാം. ആമേൻ. പൊടി പണ്ടായതുപോലെ ഭൂമിയിലേക്കും പോകും. മനുഷ്യ, നീ എങ്ങോട്ട് പോകും? ദൈവത്തിന്റെ പാട്ട് ദൈവത്തിലേക്ക് പോകും, ഭൂമിയുടെ പാട്ട് ഭൂമിയിലേക്കും പോകും. മനുഷ്യ, നീ എങ്ങോട്ട് പോകും? നീ തീരുമാനിക്കേ. ഇവിടെ വെച്ച് നീ ഭൂമിയുടെ പാട്ടായിട്ട് തീരുവാൻ പോകുന്നുവെങ്കിൽ ലോകത്തിന്റെ ദൈവമായ പിശാചിന്റെ ശിക്ഷാവിധിയിൽ കൂടെ പോകാം. ഇവിടെ വെച്ച് ദൈവരാജ്യം അന്വേഷിച്ച് ആത്മാവിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ പിതാവിനോടൊപ്പം വീണ്ടും ജനിച്ച സ്പിരിറ്റിനോടൊപ്പം കൂടെ ചേരാം. ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാം. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഇതാ വീണ്ടും ഒരു അവസരം തന്നതാണ്. നമ്മളെ ലോകത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയത്. മനസ്സിലായോ? തുടർന്ന് അങ്ങനെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ അടുത്തത് അതിന്റെ 11-29.
ഞാൻ വായിക്കാം സിസ്റ്ററെ, ഞാൻ വായിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ. അതിൻ്റെ അർത്ഥം ദൈവപുത്രനായ എൻ്റെ സ്വഭാവം ഇതാ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. അതുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ നുകം ഏറ്റ്, ദാറ്റ് ഈസ് ക്രോസ്. എൻ്റെ നുകം ഏറ്റ് എന്നോട് പഠിപ്പിൻ. ആമേൻ. യേശു ആ പ്രൊഫസർ. ആമേൻ. യേശുവോട് പഠിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെ യേശുവോട് പഠിക്കാൻ വേണ്ടിയാണ് യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വന്ന് നിൽക്കണേ. എല്ലാവരുടെ ഉള്ളിലുണ്ട് യേശുവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാവരുടെ അകത്ത് വന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ആത്മാവ് നമ്മളെ പഠിപ്പിക്കും. പക്ഷേ എൻ്റെ നുകമേറ്റ് വേണം എന്നോട് പഠിക്കാൻ. അങ്ങനെ ചെയ്താൽ ഇത് ഞാൻ തരും എന്നുള്ളതല്ല ഇനി പറയാൻ പോണേ. യു വിൽ ഫൈൻഡ്. താഴേക്ക് വരികയാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കണ്ടീഷൻ, എന്നാൽ നിങ്ങളുടെ സോളുകൾക്ക്, ആത്മാക്കളല്ല, ശ്രദ്ധിക്കുക. ഇപ്പുറത്തേക്ക് നമുക്ക് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് കടന്നു വന്നാൽ കാണാം. ആത്മാവല്ല, സ്പിരിറ്റ് അല്ല, സോൾസ്. ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഓഫ് മീ, ഫോർ ഐ ആം മീക്ക് ആൻഡ് ലോലി ഇൻ ഹാർട്ട്, ആൻഡ് ye shall find rest unto your souls. ആമേൻ. മലയാളം ബൈബിളിലെ ട്രാൻസ്ലേഷൻ്റെ മിസ്റ്റേക്കാ. നിങ്ങളുടെ സോളിനെ, അതായത് നിങ്ങൾക്ക്, നിങ്ങൾ ആശ്വാസം കണ്ടെത്തണം. അത് കണ്ടെത്തണം. ആദ്യത്തേത് തരുന്നതാ, രണ്ടാമത്തേത് കണ്ടെത്തുന്നതാ. മനസ്സിലായോ നിങ്ങൾ? രണ്ടാമത്തേത് കണ്ടെത്തുന്നതാ, രക്ഷ സൗജന്യമായിട്ട് തരുന്നതാ, ദൈവരാജ്യം അവകാശമാക്കേണ്ടതാ. നീട് ചോദിക്കും, അപ്പോൾ സഭയിലുള്ളവർക്ക് അങ്ങനെയാണോ? കമോൺ, വന്നാട്ടെ. 1 Corinthians chapter 6. 1 Corinthians chapter 6. 6ലേക്ക്. ഹല്ലേലൂയ. Glory, hallelujah. Glory, hallelujah. സഹോദരങ്ങളെ, 6ലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ചാപ്റ്റർ 1 ഇത് ആർക്ക് എഴുതിയെന്ന് അറിയണമല്ലോ. 1:1 നമുക്ക് വായിക്കാം. ദൈവസഭയ്ക്ക് ക്രിസ്തു യേശുവിൽ വിശദീകരിക്കപ്പെട്ടവരും എല്ലായിടത്തുമുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് എഴുതുന്നു. അപ്പൊ ഇത് ആർക്ക് എഴുതുന്നതാ? രക്ഷിക്കപ്പെട്ടവർക്കാണോ രക്ഷിക്കപ്പെടാത്തവർക്കാണോ? വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. രക്ഷിക്കപ്പെട്ടവർക്കാണോ രക്ഷിക്കപ്പെടാത്തവർക്കാണോ എന്ന ചോദ്യം. ലോകത്തിന്റെ പിടിയിൽ നിന്ന് സൗജന്യമായി രക്ഷിക്കപ്പെട്ടവരാ, അല്ലേ? ഇനി താഴേക്ക് വരുമ്പോൾ അവരോട് ഇനി അവർക്ക് എന്താണ് അടുത്ത പരിപാടി എന്നുള്ളത് 6 അധ്യായം 9 വാക്യം വായിച്ച്. 6 അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്നറിയുന്നില്ലയോ? ശ്രദ്ധിച്ച്, രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇനി എന്താ ബാലൻസ് കിടക്കണേ? നിങ്ങൾ വായിച്ചത്, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? അപ്പൊ എന്താ പറയാ നമ്മള്? ഞങ്ങൾ അറിയുന്നില്ല. കർത്താവിന്റെ വചനം ചോദിക്കുക, വിശുദ്ധന്മാരുടെ രക്ഷിക്കപ്പെട്ടവരോട് അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? അപ്പൊ ഇനി രക്ഷിക്കപ്പെട്ടവർ അടുത്ത് എന്നാ ചെയ്യണ്ടേ? ദൈവരാജ്യം അവകാശമാക്കണം. നിങ്ങൾ മടക്കയാത്ര ചെയ്ത് പിതാവിന്റെ വീട്ടിലെത്തണം. ആമേൻ. മടക്കയാത്ര ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാ. ആമേൻ. സഹോദരങ്ങളെ,
ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ഇതാ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? ജീവനും മരണവും. ഇതേപോലെ തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക, എന്നെ ഒന്ന് നോക്കിയേ. യേശു ക്രിസ്തു ലോകമാകുന്ന ജയിലിൽ നിന്ന് സൗജന്യമായി നമ്മളെ രക്ഷിച്ചു. ഇനി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എന്താ? ലോകവും ദൈവരാജ്യവും. എന്തോ കാണിക്കുന്നേ? മരണവും ജീവനും. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ദൈവരാജ്യത്തിലെത്തും. നിങ്ങളുടെ ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും. നമ്മുടെ ചോയ്സാ ഇത്. കർത്താവ് നിർബന്ധിക്കുന്നില്ല. കാരണം ദൈവം നിർബന്ധിക്കാത്തതിന്റെ കാരണം നമ്മുടെ ചോയ്സിൽ ദൈവം ഇടപെടുന്നില്ല, നമ്മുടെ വിൽ പവറിൽ ഇടപെടുന്നില്ല. നീ എന്നെ അനുഗമിച്ചേ പറ്റൂ എന്നില്ല. നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ യുവർ ഡിസിഷൻ, നിന്റെ തീരുമാനമാണ്. നിന്റെ തീരുമാനമാണ്. പക്ഷേ യേശു രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം ദാസന്റെ വേലയ്ക്ക് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, സുവിശേഷം അറിയിക്കാൻ പോകുന്ന പരിപാടി. ദാറ്റ് ഈസ് എന്താ പറയുക, അത് നമ്മുടെ ചോയ്സ് അല്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അത് ചെയ്തേ പറ്റൂ, അത് ചെയ്തേ പറ്റൂ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുക. ഹല്ലേലൂയ. ആ ഭാഗം ധൂർത്തപുത്രന്റെ കഥയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് 2 ജേണിയാവുള്ളേ. നമ്മളുടെ ചിന്തയിലെ ആത്മീകം എന്ന് പറയുന്നത് അഭിഷേകം പ്രാപിക്കുക. ദാറ്റ് ഇസ് നീഡഡ്, ആവശ്യമായ കാര്യം കേട്ടോ. അഭിഷേകം പ്രാപിക്കുക. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട ആത്മീയമായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അഭിഷേകം പ്രാപിക്കുക, ക്രിസ്തുവിന് വേണ്ടി പോവുക. ആരായി? ദാസനായി ലോകത്തിലേക്ക് പോവുക. എന്നാൽ ധൂർത്തപുത്രന്റെ കഥയിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. പുത്രൻ മടങ്ങി വീട്ടിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. പുത്രൻ മടങ്ങി വീട്ടിലേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു യാത്രയില്ല. പിന്നെ എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു ദാസന്റെ യാത്ര? ബുക്ക് അനേർക്ക് വീണ്ടും വാങ്ങിച്ചു കൊടുത്താട്ടെ. ഗ്ലോറി. ശ്രദ്ധിക്കുക, നമുക്കിന്ന് 2 യാത്രയാ. 2 യാത്ര. ഒന്ന്, യേശു നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അതിർത്തി വരെ പോയി സർവജാതിയോടും. ഏത് സുവിശേഷം? അങ്കിൾ വന്നതോ? അപ്പച്ചൻ പപ്പ നാളെ ദുബായിക്ക് പോകുന്നതോ? കറക്റ്റായിട്ട് പറ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം. എന്താണത്? ചെറിയ ആട്ടിൻകുട്ടനെ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് പിതാവ് പ്രസാദിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. ഇതാ നല്ല വിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം. ഈ വിശേഷം പോയി പറ. ഗ്ലോറി. എന്നിട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഫോളോവേഴ്സ് ആക്കിക്കൊള്ളുവിൻ. ഫോളോവേഴ്സ്. ആമേൻ. ഡിസൈപ്പിൾ എന്ന് വെച്ചാൽ the one who follow. ഫോളോവേഴ്സ് ആക്കിക്കൊള്ളുവിൻ. അപ്പോ സുവിശേഷീകരണത്തിന്റെ ഉദ്ദേശം എന്താ? ഫോളോവേഴ്സിനെ ഉണ്ടാക്കുകയാ. ആരുടെ ഫോളോവേഴ്സ്? ഒരു വ്യക്തിയുടെയോ? യേശുവിന്റെ ഫോളോവേഴ്സ്. ആമേൻ. യേശു അങ്ങോട്ടാ പോയ? ലോകത്തിലേക്കാണോ അതോ പിതാവിന്റെ അടുക്കലേക്കാണോ? പിതാവിന്റെ അടുക്കലേക്കാ. ആമേൻ. അപ്പൊ യേശു പിതാവിന്റെ അടുക്കലേക്ക് പോയിട്ട് പറയാണ്, ഫോളോ മീ. എന്നെ അനുഗമിക്കേ, എന്നെ അനുഗമിക്കേ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാൻ പോയാൽ ഉണ്ടാക്കേണ്ടത് യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം അവരെ ഒരുക്കുകയാ. ആമേൻ. പക്ഷേ നമ്മളുടെ വിഷയം, നമ്മൾ പലരും സുവിശേഷം അറിയിച്ചാൽ പിന്നെ അവരോട് പറയുന്ന യേശുവിനെ അനുഗമിക്കുന്ന കാര്യമൊന്നുമല്ല.
യേശുവിന് വേണ്ടി പോണ കാര്യമാണ് നമ്മുടെ മാക്സിമം നിൽക്കുന്നത്. യേശുവിന് വേണ്ടി എങ്ങോട്ട് പോകണം? നീ ലോകത്തിലേക്ക് പോകണം. എന്നിട്ട് യേശുവിനെ കുറിച്ച് പറയണം, വീണ്ടും ജനിക്കണം, സഭയോട് ചേർക്കണം, പിന്നെ സ്നാനം എടുക്കണം, പിന്നെ അഭിഷേകം പ്രാപിക്കണം, പിന്നെ കൈയടിക്കുക. ദാറ്റ്സ് ഇറ്റ്. പ്രധാനപ്പെട്ട കാര്യം വിഴുങ്ങിക്കളഞ്ഞു. പ്രധാനപ്പെട്ട കാര്യം വിഴുങ്ങിക്കളഞ്ഞു. യേശുവിന് വേണ്ടി നാം ലോകത്തിലേക്ക് പോകുന്നത് യേശുവിനെ ഡിസൈപ്പിൾസിനെ, ഫോളോവേഴ്സിനെ ഉണ്ടാക്കാനാ. ആ ഫോളോവേഴ്സ് യേശുവിനെ ഫോളോ ചെയ്യുന്നതാണ് പുത്രത്വ യാത്ര, സൺഷിപ്പ് ജേണി. ഇത് നടക്കുന്നത് മനുഷ്യ ശരീരം കൊണ്ടല്ല, അദൃശ്യമായ യാത്രയാണിത്. ഇത് മനുഷ്യന്റെ ഹൃദയം കൊണ്ടാണ് നടക്കുന്നത്. അകത്തെ മനുഷ്യനാണ് യേശുവിനെ അനുഗമിച്ച് ഇതാ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്നത്. ആമേൻ. എന്നാൽ പുറത്തെ മനുഷ്യൻ അവൻ യേശുവിന്റെ ദാസനായി ഇതാ ലോകത്തിലേക്ക് പോകുന്നു. അവൻ കുറച്ചു നാളത്തേക്ക് യാത്രയുള്ളൂ. ആ യാത്രയുടെ ഇടയിൽ ഒരു കൈത്തിരി പോലെ കത്തി എരിഞ്ഞൊരിക്കൽ ഇവിടെ തീരും. പക്ഷേ ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല. എന്നാൽ മടക്കയാത്ര ചെയ്ത പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കും. ഗ്ലോറി. നമ്മൾ ജനത്തെ യേശുവിനെ അനുഗമിക്കാനായിട്ട് ഇന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? എനിക്ക് ഹൃദയത്തിൽ പ്രകാശം കിട്ടിയത് അതിനെ ക്യാമൽ അൾട്ര കോൾ എന്നാ. കർത്താവായ യേശു ക്രിസ്തു മത്തായി 23 അധ്യായത്തിൽ പരീശന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. അവർ വലിയ സുവിശേഷീകരണമാ, കരയും കടലും എല്ലാം കടന്നു പോയിട്ട് സുവിശേഷീകരണമാ, അവരുടെ മതം പ്രചരിപ്പിക്കുക. എന്നിട്ട് ചേരുന്നവരെ കർത്താവ് പറയാ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകസന്തതിയാക്കി മാറ്റുന്നു. അപ്പൊ അവരെങ്ങോട്ടേക്ക് പോകുക? അവര് നരകത്തിലേക്ക് പോവുക. ചേരുന്നവരെ അവരെക്കാൾ ഇരട്ടിച്ച നരകസന്തതിയാക്കുന്നു. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. പ്രസംഗമുണ്ട്. പ്രസംഗം എന്താ? വചനം. അവസാന റിസൾട്ട് എന്താ? മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയും. നിങ്ങളും കിടക്കത്തില്ല, അവരും കിടക്കത്തില്ല. പ്രസംഗമുണ്ടോ, പാട്ടുണ്ടോ, ആരാധന ഉണ്ടോ, എല്ലാം ഉണ്ട്. അവസാനം സ്വർഗരാജ്യത്തിൽ കിടക്കുവോ? ഇല്ല. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദശാംശം കൊടുക്കുകയും അതിന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ദശാംശത്തിന്റെ കാര്യമൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നാൽ ന്യായപ്രമാണത്തിൽ വിലയേറിയ സ്നേഹം, കരുണ തുടങ്ങിയ കാര്യങ്ങൾ വിഴുങ്ങിക്കളയുന്നു. അങ്ങനെ ഒട്ടകത്തെ വിഴുങ്ങി കൊതുകിനെ അരിച്ചെടുക്കുന്നു. കപട ഭക്തന്മാരെ യേശു അന്ന് ദൈവദാസന്മാരെ വിളിക്കുകയാ. ഇന്ന് പല പല അൾട്ര കോളുകൾ കേൾക്കാം. എന്നാൽ ദ ക്യാമൽ അൾട്ര കോൾ, ഏറ്റവും പ്രധാനപ്പെട്ട അൾട്ര കോൾ അതില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ ആരുണ്ടോ? ഒരൾട്ര കോൾ സാധാരണ കേൾക്കും. അഭിഷേകം പ്രാപിക്കുവാൻ ഉള്ള അൾട്ര കോൾ, അതും ആളുകൾ തയ്യാറാ. വിടുതൽ കിട്ടുവാൻ ഓൾമോസ്റ്റ് എല്ലാം കൈവക്കും. ഇനി ഏറ്റവും വലിയ അൾട്ര കോൾ, യേശുവിന് വേണ്ടി പോകാൻ ആരൊക്കെയുണ്ട്? ഇതാണ് ഏറ്റവും വലിയ അൾട്ര കോൾ. ഇതിനേക്കാളും വലിയൊരു അൾട്ര കോൾ, കേൾക്കാത്ത അൾട്ര കോൾ, യേശുവിനെ അനുഗമിപ്പാൻ ആരുണ്ട്? യേശുവിനെ അനുഗമിപ്പാൻ ആരുണ്ട്? ഇതാ ക്യാമൽ അൾട്ര കോൾ. ഇത് വിഴുങ്ങിയിട്ട് ബാക്കി എല്ലാ അൾട്ര കോളും വെച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യം വിഴുങ്ങിയാൽ ഇവരൊന്നും ദൈവരാജ്യത്തിലേക്ക് എത്തുന്നില്ല. പിശാച് യേശുവിന്റെ സുവിശേഷം, ദൈവരാജ്യം എന്ന സുവിശേഷം, അതിന്റെ പ്രകാശനം ശോഭിക്കാതിരുപ്പാൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതിലവൻ ജയം പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം പിശാചിന്റെ ബിസിനസിന്റെ ഭാഗമാണ്. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ.
ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എസ്പെഷ്യലി ദൈവദാസന്മാരെ, നിങ്ങൾ എവിടെ ശുശ്രൂഷ കഴിഞ്ഞാലും നിങ്ങൾക്ക് വലിയ ശിക്ഷാവിധി വരണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനേക്കാളും നല്ലതാണ് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് കൂടെയുള്ള ജനത്തെ, അല്ല നിങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു തരുന്ന ജനത്തെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ പഠിപ്പിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കാൻ പഠിപ്പിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ആദ്യം നമ്മൾ തീരുമാനിക്കണം വേണോ വേണ്ടേന്ന്. നമ്മുടെ ഇഷ്ടമാണ്. ഇതുകൊണ്ടാണ് ലൂക്ക് 9:23 പറയുന്നത്, നിങ്ങൾ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ. ഇത് പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല. പോകാൻ അഭിഷേകം വേണം. അഭിഷേകം കിട്ടുന്നവർ യെരൂശലേം വിട്ട് പോകരുത്. ദാസന്റെ വേല ചെയ്യാൻ നമുക്ക് അഭിഷേകം ആവശ്യമാണ്. കാരണം നമ്മൾ ദാസന്റെ വേല ചെയ്യാൻ പോകുന്ന പിശാച് ഭരിക്കുന്ന മണ്ഡലത്തിലാണ്, ലോകത്തിലാണ്. അഭിഷേകം ആവശ്യമാണ്. എന്നാൽ യേശുവിനെ അനുഗമിക്കാൻ വേണ്ടത് അതല്ല. കർത്താവ് പറയുക, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ. ആദ്യം വേണ്ടത് ഓടല്ലേ, ആദ്യം വേണ്ടത് നമ്മുടെ തീരുമാനമോ വേണോ വേണ്ടയോ. ഇറ്റ്സ് അവർ ഡിസിഷൻ. വേണോ വേണ്ടേ. ഒരു സർവീസ് മാനുവലിന്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോവാം. പ്രൊഡക്ഷൻ മാനുവലിന്റെ പരിപാടി വേണോ വേണ്ടേ നമ്മുടെ തീരുമാനമോ. ഹല്ലേലൂയ. ദൈവം നല്ലവനാ. ദുഷ്ടന്റെ മേലും നല്ലവന്റെ മേലും എല്ലാം സൂര്യൻ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യും. ഗ്ലോറി. കാരണം തന്റെ പ്രൊഡക്റ്റിനെ കാത്തു പരിപാലിക്കേണ്ട തന്റെ ചുമതലയല്ലയോ. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യും. ആ ഒരു ശുശ്രൂഷ മാത്രം മതിയോ, അതോ ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവപുത്രന്മാരായിട്ട് വളങ്ങണോ? ഈസ് അവർ ചോയ്സ്. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ആദ്യം നമ്മളുടെ തീരുമാനമാണ്. അവനവനിലേക്ക് തിരിഞ്ഞ് അവന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ? ലോകം വിടേണ്ടവർ ഇത്രയും നാൾ ഓമനയായിട്ട് കയറിയ ലോകം വിടേണ്ടവരും ആ ലോകം വന്ന് ജയിലിൽ വിട്ട് തിരിച്ചു പോരേണ്ടവരും ഇച്ഛിച്ചാൽ. എനിക്ക് ഞാൻ ആത്മീയമായിട്ട് വളരുന്നില്ല ബ്രദറെ. ആത്മീയമായിട്ട് വളരണമെങ്കിൽ മടക്കയാത്രയ്ക്ക് പോകണം. ആദ്യം അതിന് നിനക്കൊരു തീരുമാനം വേണം. ലോകം വിടാൻ, പിതാവിനെ അടുക്കിലേക്ക് യേശുവിനെ അനുഗമിച്ച് പോകാൻ ഇച്ഛിച്ചാൽ ആദ്യം അതുണ്ടോന്ന് അന്വേഷിക്കേ. എങ്കിലേ പിന്നെ അടുത്തത്, നിങ്ങൾ MBBS പഠിക്കാൻ ആഗ്രഹിച്ചാൽ ആദ്യം ആഗ്രഹം ഉണ്ടോ നോക്ക്, പിന്നെ അല്ലേ അതിന്റെ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കണേ. മനസ്സിലായോ? ഇച്ഛിച്ചാൽ. അടുത്തത് അവൻ സ്വയം ത്യജിച്ച് നാൾ തോറും തന്റെ ക്രൂശെടുത്ത്, നാൾ തോറും തന്റെ ക്രൂശെടുത്ത്, ഡെയിലി ക്രോസ്, ഡെയിലി ക്രോസ്. ദിവസവും എടുക്കേണ്ടതാണ് ക്രോസ്, കുരിശ്. നാൾ തോറും, ഒരു ദിവസം മുടക്കമില്ല അതിന്. ഹല്ലേലൂയ. ഓരോ ദിവസവും അന്നത്തെ ദോഷം മതി. എല്ലാ ദിവസവും ഉണ്ട്. ഗ്ലോറി. നാൾ തോറും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ. നാൾ തോറും തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട്, യേശുവിൻ്റെ ക്രൂശല്ല, അവന് ക്രൂശ് ലഭിക്കും. ഇതൊക്കെ കേട്ട പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുമോ? ഒരു സർവീസ് മാനുവലിന് കൊണ്ട് എൻ്റെ തൽക്കാലം പരിപാടി കഴിഞ്ഞാൽ ഞാൻ പോയി എങ്ങനെയെങ്കിലും ആ തീപ്പൊയ്ക വീഴട്ട്. ഞാനത് പറഞ്ഞെന്നുള്ള അതിൻ്റെ അപ്പുറം നിങ്ങൾ അത്രയും പറയത്തില്ല. കാരണം ഞാൻ അറിഞ്ഞ് നിങ്ങളോട് പറയണ്ടയോ. ഗ്ലോറി. ഹല്ലേലൂയ. നാൾ തോറും ഡെയിലി ക്രോസ്, നാൾ തോറും ക്രൂശെടുത്ത് എന്നെ. അപ്പൊ യേശുവിനെ അനുഗമിക്കാൻ എന്ത് വേണം? നാൾ തോറും ക്രൂശ് വേണം. നാൾ തോറും ക്രൂശ്. ഇനി ഇത് മാത്രം പോരാ യേശുവിനെ അനുഗമിക്കാൻ.
ഈ ക്രൂശ് എങ്ങനെ ഉണ്ടാകും? അതല്ലേ വിഷയം. ക്രൂശ് ഉണ്ടാകണമെങ്കിൽ ഇതാ ഹോളി സ്പിരിറ്റ് കൂടെ വേണം. നമ്മുടെ ഹോളി സ്പിരിറ്റ് എന്ത് ചെയ്യേ? ഗ്ലോറി എവിടെ? കുപ്പായി എന്ത് ചെയ്യേ? ഗ്ലോറി, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നാൾ തോറും ക്രൂശ് വേണം. ഈ ക്രൂശ് എങ്ങനെ ഉണ്ടാകുന്നേ? ഒരു മരപ്പണിക്കാരൻ എങ്ങനെ ക്രൂശ് ഉണ്ടാക്കണേ? എത്ര തടി വേണം? 2 തടി വേണം, ഇല്ലേ? ഒരു ചെറിയ തടിയും ഒരു വെർട്ടിക്കൽ വലിയ തടിയും. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ക്രൂശ് ഉണ്ടാക്കാം. ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. ഇതേപോലെ ഇതാ നമ്മളോട് കൂടെ വന്ന, നമ്മളെ കൊണ്ടുപോകുവാൻ, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ കൂടെ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ അനുദിനം വഴി നടത്തും. കൈ പിടിച്ച് വലിച്ചുകൊണ്ടൊന്നും പോകില്ല. അത് പിശാചാ കൊണ്ടുപോകുന്നത്, വലിച്ചുകൊണ്ട് പോകും. എന്നാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നഡ്ജ് ചെയ്യത്തുള്ളൂ, പയ്യെ തട്ടും ആ ഡയറക്ഷനിലേക്ക്, ഇങ്ങനെ പയ്യെ തട്ടിക്കൊണ്ടേയിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. കേരളത്തിൽ കർത്താവിനെ സ്തോത്രം ചെയ്തു.